ഹായ് ഗൈസ്, നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കിയിലാണ്. ഹിൽ വ്യൂ പാർക്കിലാട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ ശരിക്കും നീലക്കുറിഞ്ഞി കാണാൻ വേണ്ടി വന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടെ അധികം സ്റ്റേ ചെയ്തില്ല. നമ്മളിവിടുന്ന് പെട്ടെന്ന് പോവുകട്ടോ ചെയ്തത്. ഇവിടെ നമുക്ക് എൻട്രി ഫീ വരുന്നുണ്ട് കേട്ടോ, 25 രൂപയാട്ടോ വരുന്നത്. ഇവിടെ സമയം സ്പെൻഡ് ചെയ്യാനാണ്. അഡ്വഞ്ചർ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ പോയത് കാൽവരി മൗണ്ടിലുള്ള മേട്ടുക്കുറിഞ്ഞി കാണാനാണ്. അപ്പോൾ നമ്മളൊരു ഉച്ച സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ദാഹമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളൊരു കരിക്ക് കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇവിടെ മാങ്ങ, നെല്ലിക്ക, ക്യാരറ്റ് അങ്ങനെ കുറേ സാധനങ്ങൾ ഉപ്പിലിട്ടത് നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പിന്നെ നമ്മൾ നേരെ വിട്ടത് കാൽവരി മൗണ്ടിലേക്കാട്ടോ. നമ്മളിപ്പോൾ സമയം വൈകിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങണമെന്ന് വെച്ചിരുന്ന കേട്ടോ, നമുക്ക് പറ്റിയില്ല. അപ്പോൾ ഒരു ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ. അപ്പം നമ്മളിവിടെ എത്തിയിട്ടുണ്ട് മേട്ടുക്കുറിഞ്ഞി കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ എല്ലായിടത്തും എഴുതി വെച്ചിരിക്കുന്നത് നീലക്കുറിഞ്ഞി എന്നാണ്. പക്ഷേ സത്യം പറഞ്ഞത് നീലക്കുറിഞ്ഞിയല്ല, മേട്ടുക്കുറിഞ്ഞിയാട്ടോ. നമ്മുടെ വണ്ടി ഇവിടം വരെ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ബൈക്ക് കൊണ്ടുവരുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടെ മുകളിലേക്ക് കയറ്റിക്കൊണ്ട് പോകാം. ഇവിടെ നല്ല കാറ്റുണ്ട് കേട്ടോ. അതുപോലെ തന്നെ കുട്ടികളെയും കൊണ്ട് വരുന്നവർ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം കൊണ്ടുവരാൻ. എന്നാലും ഇവിടുത്തെ വ്യൂ നല്ല അടിപൊളിയാട്ടോ, നല്ല രസമുണ്ട് കാണാൻ. അതുപോലെ തന്നെ നല്ല കാറ്റും ഉണ്ട് ഇവിടെ. നോമ്പ് കാലത്തല്ലെങ്കിൽ ദുഃഖ വെള്ളിയാഴ്ച കത്തോലിക്ക വിശ്വാസികൾ ഇവിടെ വരാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് കേരള സർക്കാരിൻ്റെ ഒരു ടൂറിസ്റ്റ് പ്ലേസും കൂടെയാണേ. നമ്മൾ പാലയിൽ നിന്ന് മുട്ടം കൂടി ചെറുതോണി വഴി കേട്ടോ കാൽവരി മൗണ്ടിലേക്ക് എത്തിയത്. അതേസമയം നമ്മൾ കുളമാവൂർ ഡാം കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയായിരുന്നു. കാരണം അവിടെ വീഡിയോ ഒന്നും അലൗഡ് അല്ല കേട്ടോ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് കണ്ടിട്ട് പോവുക കേട്ടോ ചെയ്തേ. നമ്മൾ ഈ മലയെല്ലാം കയറിയിട്ട് അവസാനമായിട്ട് മേട്ടുക്കുറിഞ്ഞിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പോയ സമയത്ത് പൂവൊക്കെ ചെറുതായിട്ട് കൊഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പോയത് ആഗസ്റ്റ് 25-ാം തീയതി കേട്ടോ. നമ്മൾ അപ്ലോഡ് ചെയ്യാൻ താമസിച്ചതാണേ. നമ്മൾ രാവിലെ ഒരു 9 മണിക്ക് മുമ്പും അതുപോലെ തന്നെ വൈകിട്ട് ഒരു 3 മണിക്ക് ശേഷവും ചെല്ലുവാണെങ്കിൽ നല്ല ഫോട്ടോസും വീഡിയോസും എടുക്കാൻ പറ്റും കേട്ടോ. നല്ലൊരു വൈബ് തന്നെയായിരിക്കും. നമ്മൾ ഈ ഉച്ച സമയത്ത് പോവുകയാണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും. അപ്പോൾ നല്ല ഫോട്ടോസൊന്നും കിട്ടാൻ ചാൻസ് കുറവാണേ. അപ്പോൾ കാൽവരി മൗണ്ടിലെ മേട്ടുക്കുറിഞ്ഞിയുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.